കൊട്ടാരക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പി ഐഷ പോറ്റിയുടെ കൊട്ടിക്കലാശം അക്ഷരാർത്ഥത്തിൽ ആവേശക്കടലായി മാറി. 3 പതിറ്റാണ്ടോളം നീണ്ട CPM ബന്ധം ഉപേക്ഷിച്ച് അടുത്തിടെ കോൺഗ്രസിൽ ചേർന്ന മുൻ MLA കൂടിയായ ഐഷ പോറ്റി ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുമ്പോൾ കൊട്ടാരക്കരയിലെ പോരാട്ടത്തിന് വീറും വാശിയും ഏറെയാണ്. സിറ്റിംഗ് MLAയും മന്ത്രിയുമായ KN ബാലഗോപാലിനെതിരെയാണ് അവരുടെ മത്സരം. കൊട്ടാരക്കരയിൽ മുൻപ് 3 തവണ MLA ആയിരുന്ന ഐഷ പോറ്റിക്ക് മണ്ഡലത്തിലുള്ള വലിയ വ്യക്തിബന്ധങ്ങളും ജനപ്രീതിയും വോട്ടായി മാറുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് UDF കണക്കുകൂട്ടുന്നു. ചെണ്ടമേളങ്ങളുടെയും ആകാശമുയരുന്ന മുദ്രാവാക്യം വിളികളുടെയും പാർട്ടി കൊടികളുടെയും അകമ്പടിയോടെ നടന്ന കൊട്ടിക്കലാശത്തിൽ വൻ ജനാവലിയാണ് അണിനിരുന്നത്. പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം ചേർന്ന് അവസാനഘട്ട വോട്ടഭ്യർത്ഥനയും നടത്തിയ ശേഷമാണ് ഐഷ പോറ്റി വേദി വിട്ടത്. വാശിയേറിയ പരസ്യ പ്രചാരണം അവസാനിച്ച് സംസ്ഥാനം ഇന്ന് നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പി ഐഷ പോറ്റിയും കോൺഗ്രസ് നേതൃത്വവും. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.